നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. റീഡിംഗ് എന്ന് DM ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള 2 കാർഡ്സാണ് 3 ഓഫ് സ്വാർഡ്സും അതുപോലെ 7 ഓഫ് പെൻറ്റാക്കിൾസും ആണ്. അപ്പോൾ 3 ഓഫ് സ്വാർഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ ഒരു ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. കാരണം ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത് അവർ വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കൂടെ ഇല്ലാത്തത് അവർക്ക് വലിയൊരു ശൂന്യതയും അല്ലെങ്കിൽ മാനസിക വിഷമമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവർ പുറമേ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്, ഇറ്റ് മീൻസ് ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവാം. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. അതായത് ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ഉള്ളിൽ നിറയെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റാക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കാത്തിരിക്കുന്ന ഒരു പേഴ്സണെ പോലെയാണ്. അതായത് അവരിട്ടിട്ടുള്ള എഫോർട്ടിന് എന്തെങ്കിലും ഫലമുണ്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കിയിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് അങ്ങനെയുള്ള തോട്ട്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ തമ്മിൽ ഒന്നിച്ചുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഹെൽപ്ലെസ് ആണോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. ചുരുക്കത്തിൽ ഒരു കൺക്ലൂഷൻ എന്നോണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഭാവരെ ഒരിക്കലും സന്തോഷിപ്പിക്കുന്നില്ല, പകരം വലിയൊരു സങ്കടത്തിലേക്കും ചിന്തകളിലേക്കും എത്തിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കുറേയധികം ഡീപ്പായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പുറമേ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണെങ്കിലും, അതായത് ഡെയിലി ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എവിടെയും ആർക്കും ഒരിടത്ത് തന്നെ ഇരിക്കാനൊന്നും പറ്റില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും, അത് നടത്തിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും ആക്റ്റീവായിട്ട് കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ മനസ്സ് നിറയെ വിഷമങ്ങളും ആഴത്തിൽ മുറിവേറ്റിട്ടുള്ള വേദനിച്ചിട്ടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂത്ത് എന്ന് കമൻറ്റ് ചെയ്യാം.